ജ്യോതിഷവലയം ഖണ്ഡകാവ്യമാണ്. ദില്ലിയിലെ ഒരു ക്ഷേത്രത്തിലെ ജ്യോതിഷിയായ പൂജാരിയുടെ ചില പ്രവൃത്തികളാണ് ഈ കവിതയ്ക്ക് ആധാരം. ഏതെങ്കിലും വ്യക്തികളായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല എന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. അഖിലാണ്ടമണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി എന്ന ട്യൂണിൽ പാടാവുന്ന ഒരു കവിതയാണ്. 2 ഭാഗങ്ങളായിട്ട് ഞാനിത് അവതരിപ്പിക്കാം. നാരായണ 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 എന്ന നാമാവലി പാടുന്നൊരു നാരായണി മകളാം സൂര്യോദയ വേളകളിൽ പതിവായിട്ടെത്തും ഭഗവാനുടെ ഭജനാവലി പാടിക്കൊണ്ടെന്നും പുഷ്പാഞ്ജലി ദീപാർച്ചന വഴിപാടുകൾ ചെയ്ത് വരദായക തിരുനടയിൽ സദയം വണങ്ങി അടിവയറതിലാച്ചേലകൾ അണിയുന്നൊരു മേനി തിരുനടയിൽ കാണുവതായി താലങ്ങളുമേന്തി തിരുചന്ദന തീർത്ഥാദികൾ നൽകുന്നൊരു വേള മഹിളാമണി ഹസ്തങ്ങൾ കണ്ടവനൊരു രേഖ 4 ആളുകൾ അറിയാതവൾ അവനോട് മൊഴിഞ്ഞു 4 ആളുകൾ അറിയാതവൾ അവനോട് മൊഴിഞ്ഞു അരനാഴിക കഴിയുമ്പോൾ പറയാമൊരു കാര്യം. ഒന്ന് നോക്കണം. തിരുചന്ദന തീർത്ഥാദികൾ നൽകുന്നൊരു വേള മഹിളാമണി ഹസ്തങ്ങളിൽ കണ്ടവനൊരു രേഖ. അങ്ങനെ കൈ പുട്ടത്തിൽ കയ്യിലൊരു രേഖ കണ്ടു അവനോട് അപ്പോൾ പറഞ്ഞു, മഹിളാമണിയോട് പറഞ്ഞു, അരനാഴിക കഴിയുമ്പോൾ പറയാമൊരു കാര്യം. 1 നാഴിക നേരം ആ മഹിളാമണി കാത്തു വൈകാതൊരു വരവായി തിരുമേനിയും അവിടെ. എന്നിട്ട് കൈ നോക്കി. അതിജടിലം സങ്കീർണം ഹസ്തങ്ങളിലേക ഇതമല്ലാത്തൊരു കാര്യം ഭവനത്തിൽ നടക്കും. മാസങ്ങളൊരാറങ്ങു കടക്കുന്നതിനുള്ളിൽ ഒരു മരണം കാണുന്നു തവ ഭവനം തന്നിൽ. മാസങ്ങളൊരാറങ്ങു കടക്കുന്നതിനുള്ളിൽ ഒരു മരണം കാണുന്നു തവ ഭവനം തന്നിൽ. തറവാടിൻ താവേരിനു തകരാറതു മൂലം ഭവനത്തിനു ദോഷങ്ങൾ പെരുതായിട്ടുണ്ട്. ഇത് കേട്ടൊരു മഹിളാമണി അകതാരു നടുങ്ങി. ആരും ഞെട്ടിപ്പോകുമല്ലോ. ഇത് കേട്ടൊരു മഹിളാമണി അകതാരു നടുങ്ങി അവനോടൊരു പരിഹാരം പറവാനായി തേങ്ങി. ഒഴിവാക്കി തരുവാനൊരു വഴികാട്ടാൻ തേങ്ങി പരിഹാരത്തിനു ഭാഗം വഴികാട്ടാൻ തേങ്ങി. ഒഴിവാക്കാൻ വഴിയൊന്നു തിരഞ്ഞിടൂ വേഗം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തുടികൊള്ളുന്നെൻ ഹൃദയം തുണയായിത്തീരാൻ ചിന്താകുലനായിട്ടവൻ ഒരു നിമിഷം നിന്നു. വെളിപാടായി വന്നതുപോൽ തിരുവായ്കൾ ഒഴിഞ്ഞു. ഒഴിവാക്കിത്തരുവാനൊരു വഴിയായിട്ടുണ്ട്. ചിലവേറിയ ഒരു യജ്ഞം പരമായിട്ടുണ്ട്. യജ്ഞാധിപനണിയേണം വിലയേറും രത്നം പരിഹാൽ പിഴവായി തീരാതെ ഇരിക്കാൻ. ഇത് എന്താ പറയേണ്ടത്? ഇത് പറയണോ? ഇത് ഈ ജ്യോതിഷ വലയത്തിൻ്റെ ഭാഗമല്ല ഇത്. അതായത് യജ്ഞാധിപനണിയണം യജ്ഞം ചെയ്യാൻ വന്ന ഒരു തന്ത്രിയുടെ കഥയാണ്. തന്ത്രി മുഴിഞ്ഞു, യജ്ഞം സഫലമാണെങ്കിൽ വിലയേറിയ ഒരു രത്നം ത്തിൽ മോതിരം കയ്യിലിടണമെന്ന്. എനിക്ക് അറിയാവുന്ന ഒരു നിരീശ്വരവാദി അദ്ദേഹത്തെയും അധികൃതർ സമീപിച്ചു, ക്ഷേത്രാധികൃതർ സമീപിച്ചു. അദ്ദേഹത്തിനൊന്നും വിശ്വാസമില്ലെങ്കിലും 500 രൂപയും കൊടുത്തു.
ഞാൻ രോഹിണിയിലായതുകൊണ്ട് മരുന്നും എന്തെന്നുമൊക്കെ ഈ ധാരാളം പേർക്ക് അറിയും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. പോട്ടെ. യജ്ഞാധിപനണിയേണം വിലയേറും രത്നം പരിഹാരം പിഴവായി തീരാതെയിരിക്കാൻ 10,000 അതിലധികം വിലയുള്ളൊരു രത്നം കനകത്തിൽ തീർക്കേണം ഹവനത്തിനു മുൻപേ 12,000 രത്നത്തിനു തന്നെ. ഞാൻ രോഹിണിയിൽ കുറേ കാലം സ്വർണ്ണക്കട നടത്തിയിരുന്നു. അപ്പോൾ കല്ലിൻ്റെ മോതിരം പണിയാൻ വരുന്ന പല ആൾക്കാരും എൻ്റെ കൈ കണ്ടിട്ടുണ്ടോ? ഈ സ്വർണ്ണക്കടയും ഈ കല്ലുമൊക്കെ വിൽക്കുന്ന ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കല്ലുമില്ല, ഒരു മോതിരവും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഉണ്ടായിരുന്നു. 10,000 അതിലധികം വിലയുള്ളൊരു രത്നം കനകത്തിൽ തീർക്കണം ഹവനത്തിനു മുൻപേ 12,000 രക്തത്തിനു തന്നെ. കനകത്തിന് കുറയാതൊരു 15,000 നിർമ്മാണ ചിലവായി 3,000 അന്നത്തെ കണക്കാണ്. നിർമ്മാണ ചിലവായി 3,000 ഒരു 15 വർഷം മുമ്പ്. ദക്ഷിണയായി നൽകണം 10,001 പരികർമ്മിക്കായിട്ടും 5,000 ദ്രവ്യത്തിന് വേറെ ഒരു 15,000 ദ്രവ്യത്തിന് വേറെ ഒരു 10,000 ഈ യജ്ഞം നടത്താൻ, ഈ കർമ്മം നടത്തുന്ന ദ്രവ്യങ്ങൾക്ക് വേണ്ടി ഒരു 10,000 പരികർമ്മിക്കായിട്ട് 5,000, ദക്ഷിണയായിട്ട് 10,000, എല്ലാം കൂടി ആകത്തുക 55,000 കിഴിവായിട്ടേക്കാം ഒരു 5,000 എന്നാൽ 5,000 കുറച്ചു തരാം. കിഴിവായിട്ടേക്കാം ഒരു 5,000 എന്നാൽ കുറയാതൊരു തുകയായി 2,00,000 വേണം. പരിഹാരത്തുകയാണ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ ജ്യോതിഷ രക്തത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: മൂക്കിൽ പനി വന്നാലും 10,000 മരണത്തെ വെല്ലുന്നൊരു തുകയത്ര നിസാരം. സൗഭാഗ്യം കൊണ്ടാണ് ഈ സംയോഗം തന്നെ പതിവായൊരു ദർശനവും സൗഭാഗ്യം തന്നെ. നിങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് എന്നെ കണ്ടുമുട്ടുന്നത്. പതിവായൊരു ദർശനവും സൗഭാഗ്യം തന്നെ. വ്യസനങ്ങളെല്ലാമേ വിട ചൊല്ലും മേലിൽ സുഖശാന്തികളകതാരിൽ വിളയാടും വീട്ടിൽ. അഴലാകെ പൊള്ളുന്നൊരു മഹിളാമണി നടയായി വഴി പലതും ചിന്തിച്ചവൾ വഴിപാടുകൾ നേർന്നു. പാഹം മഹിളാരത്നം പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ചുകൊണ്ട് നടന്നു. പതിയോട് പറഞ്ഞാലും 10,000 മമ താലി വെടിഞ്ഞാലൊരു 16,000. സോദരിയോടാകാം ഒരു 5,000 എന്നാൽ 19 കുറവാണേ പരിഹാരത്തുകയിൽ. പതിയോട് പറഞ്ഞാലും 10,000 മമ താലി വെടിഞ്ഞാലൊരു 16,000, താലി വിറ്റാൽ ഒരു 16,000. സോദരിയോടാകാം ഒരു 5,000 എന്നാൽ 19 കുറവാണേ പരിഹാരത്തുകയിൽ. അപ്പോഴേ ആലോചിക്കുക, മുത്തച്ഛൻ തരമാക്കി തന്നാലൊരു തേക്കേ പുരപണിയും കാലത്തൊരു വരമായി തീരാൻ. വീട്ടിൽ മറുനാട്ടിലാണല്ലോ, ഡൽഹിയിൽ. മുത്തച്ഛൻ നാട്ടിലെ പുരപണിയും നേരത്തെ നീ എടുത്തോ ഈ തേക്കെന്ന്. മുത്തച്ഛൻ്റെ മറ്റു മക്കൾ ആണ് സ്വന്തം ഭൂമിയിലെ ആ തേക്ക് ഈ മംഗളാമണിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് മുത്തച്ഛൻ തരമാക്കി തന്നാനൊരു തേക്ക് പുരമണിയും കാലത്തൊരു വരമായി തീരാൻ. വിറ്റാലത് 35,000 മംഗല്യം വെടിയാദിക്കാര്യങ്ങൾ നടക്കും. മഹിളാരത്നം ആലോചിച്ചു, ഭർത്താവിനോട് എങ്ങനെ വിഷയം അവതരിപ്പിക്കും? അത്രയൊന്നും വിശ്വാസിയല്ലാത്ത ഭർത്താവ്. ആകെ പ്രശ്നം തന്നെ. അപ്പോൾ ഒരു വഴി മനസ്സിൽ തെളിഞ്ഞു. ഭർത്താവ് കൂടെ അയൽപ്പക്കത്തെ മകളെയോട് സൊല്ലുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ താൻ അവളോട് അത്ര സുഖത്തിലല്ല. എന്തായാലും വേണ്ടില്ല, ആ പുഞ്ചിരിക്കോതയെ തന്നെ ഉപയോഗപ്പെടുത്താമെന്ന് മകളാമണി വിചാരിച്ചു. പതിയോട് പറഞ്ഞാലും പടയൊന്നു നടക്കും, പരിഹാരം ചെയ്യാനും പടയുന്നത് വേണം. നളിനാക്ഷി പറഞ്ഞാലൻ ഭഗവാനും കേൾക്കും. എൻ്റെ ഭഗവാൻ അയൽവക്കത്ത് സുന്ദരിയും നളിനാക്ഷി സുന്ദരിക്കോത പറഞ്ഞാൽ കേൾക്കും.
പതിയോട് പറഞ്ഞാലും പടയൊന്നു നടക്കും, പരിഹാരം ചെയ്യാനും പടയൊന്നത് വേണം. നൃനാക്ഷി പറഞ്ഞാലും ഭഗവാനും കേൾക്കും. പടി കയറും നേരത്തവൾ ആശാന്വിതയായി. അടിലാകെ പൊള്ളുന്നൊരു മകളാ നേരത്താ മകളാ, അടിലാകെ പൊള്ളുന്നൊരു നേരത്താ മകളാ. അത് രസം നളിനാക്ഷിയുടെ രഹസ്യമൊഴിഞ്ഞു. സഹതാപം പൂണ്ടിട്ടവൾ സഖിയോട് പറഞ്ഞു, പരിതാപം പാടില്ലിനി പരിഹാരം കാണാം. പതിയോടവളിക്കാര്യമുരച്ചാനൊരു രാവിൽ പരിഭാഗം പുണ്ടമനം സതിയോട് മുഴിഞ്ഞു. പണിയാണിത് മണി തന്നെ പണമേറെ കൊയ്യാൻ. ഭർത്താവ് പറഞ്ഞു, പണിയാണിത് മണി തന്നെ പണമേറെ കൊയ്യാൻ. പരിഹാരം കാണാനൊരു വഴിയും ഞാൻ നോക്കാം. യോഗാഗ്നിയിൽ ആടുന്നൊരു യോഗീശ്വരനുണ്ട്. പണമില്ലാതി പണിയുടെ പരിഹാരം കാണാം. യോഗീശ്വരൻ ആഗതനായി പരിഹാരം കാണാൻ. ശാസ്ത്രങ്ങൾ വശമായവൻ ഓതിയ ചില കാര്യങ്ങൾ. ലക്ഷ്യത്തിൽ തന്നെ അവ ചെന്നങ്ങ് പതിച്ചു. വിശ്വാസം വന്നിട്ടവൾ ആശങ്ക വെടിഞ്ഞു. തികവോടെ ഭജിക്കാനാ ജപമാലകൾ നൽകി. പരിഹാരത്തികവാർന്നൊരു ഗുരുമന്ത്രവുമേകി. തിരുമേനിയുടെ ഗതാരിൽ ചുതി വന്നതുമൂലം ഭഗവാനുടെ പടിവാതിൽ പണിയില്ലാതായി. ഈ തന്ത്രം ക്ഷേത്രാധികൃതർ മനസ്സിലാക്കി. ഇങ്ങനെ ഉള്ള പല പല പ്രശ്നങ്ങളും അങ്ങനെ അവർ ആ ക്ഷേത്രത്തിന് പിരിച്ചുവിട്ടതാണ്. തിരുമേനിയുടെ അകതാരിൽ ചുതി വന്നത് മൂലം ഭഗവാനുടെ പടിവാതിൽ പണിയില്ലാതായി. ചുതി പൂണ്ടൊരു പരിപാടി തുടർന്നങ്ങു നടത്താൻ അല്പം തുക ചിലവാക്കി ഒരാപ്പീസ് തുറന്നു. അടുത്ത് തന്നെ ഒരു ആപ്പീസ് തുറന്നു. ജ്യോതിഷത്തിൻ്റെ ആപ്പീസ് തുറന്നു. പത്രത്തിനു പതിവായി പരസ്യങ്ങൾ നൽകി. ഒരു പൂജയ്ക്കൊരു പൂജ സൗജന്യം തന്നെ. ഹവനത്തിനു ഒരു ഹവനം സൗജന്യം വേറെയും. ഹവനത്തിനു ഒരു ഹവനം സൗജന്യം വേറെയും. ഒരു പൂജയ്ക്കൊരു പൂജ സൗജന്യം തന്നെ. തുടരുന്നു ബുക്കിങ് കിഴിവ് 50%. വിചിത്രനികേതൻ ജ്യോതിഷവലയം. അതിൻ്റെ പേരെന്താണ്? വിചിത്രനികേതൻ ജ്യോതിഷവലയം. ജ്യോതിഷാചാര്യർ വിചിത്രൻ നമ്പൂതിരിപ്പാട്. എവിടെ നിന്നാണ് ഡിഗ്രി? ഡോക്ടർ. നാസയിൽ നിന്ന് ഡിഗ്രി എടുത്ത്. മാസങ്ങൾ 4-5 കടന്നങ്ങനെ പോയി. മാസങ്ങൾ 4-5 കടന്നങ്ങനെ പോയി. നാടാകെ നടുക്കിക്കൊണ്ടാ വാർത്ത വരുന്നു. നെഞ്ചിൽ തിരുമേനിയുടെ തീയാടിക്കത്തി. തകരുന്നൊരു വാർത്തകളും തഴുകിക്കൊണ്ടെത്തി. നെഞ്ചിൽ തിരുമേനിയുടെ തീയാടിക്കത്തി. തകരുന്നൊരു വാർത്തകളും തഴുകിക്കൊണ്ടെത്തി. എന്തായിരുന്നു ആ വാർത്ത? ഞാനൊരിക്കൽ ഒരു സുഹൃത്തിന് അത്യാവശ്യം ബിസിനസ് എല്ലാം തകർന്ന് ഇരിക്കുന്നു. അദ്ദേഹത്തെ കൊണ്ട് ഒരു ക്രിസ്ത്യൻ ആണ് ഒരാളുടെ അടുത്ത് പോയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ കൂടെ ഇരിക്കാം, ഇയാൾ ക്രിസ്ത്യാനിയാണ്, ഞാൻ പറഞ്ഞു കൊടുക്കണം. ഓ അത് വേണ്ട, അത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തോളാം. അപ്പം ഇടുങ്ങിയ ഇടനാഴിയിൽ എനിക്ക് ഇരിക്കുമ്പം ഈ വലിയ മന്ത്രം ഉറക്കെ വെച്ചിരിക്കുകയാണ്. ആ ശബ്ദം എനിക്ക് അല്പം അസഹ്യമായിട്ട് തോന്നി. ഞാൻ അതിൻ്റെ ശബ്ദം അല്പം കുറച്ചു. ഉടനെ തന്നെ ജ്യോതിഷ രത്നം ഇറങ്ങി വന്നു. അത് വീണ്ടും കൂട്ടിവെച്ചു. കാരണം അയാൾ ധരിച്ചത് അകത്ത് പറയുന്നത് എന്താണോ എന്ന് ഞാനത് കേൾക്കാൻ വേണ്ടിയാണ് കുറച്ച് വെച്ചതാണ്. അങ്ങനെ അകത്ത് കയറി ഏതാനും നിമിഷം കഴിഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് വന്നു. അങ്ങനെ ഞാനും സുഹൃത്തുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ആരൂടും കാണുന്നില്ല, അതുകൊണ്ട് വേറൊരു ദിവസം വരുമ്പോൾ ഈ ആളിനെ കൊണ്ടുവരരുത്, എന്നെയും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. എന്താ പറയേണ്ടത്? പക്ഷേ ആ സുഹൃത്ത് ഇപ്പോഴേ ജീവിച്ചിരിപ്പില്ല. ഇവിടെ സമാപിക്കുന്നു ഈ കഥ.